പെഡസ്റ്റൽ ഫാൻ എങ്ങനെ അസംബിൾ ചെയ്യുന്ന ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇത് പിന്നെ ഇപ്പോൾ ഈ ഒരു ഇത് രണ്ട് സെപ്പറേറ്റ് പീസാണ്. ഈ പീസ് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ പൈപ്പിൻ്റെ അടിവശത്തായിട്ട് ഈ എലൻകി ബോൾട്ട് കാണും. അവിടെ ഈ വാഷർ ഉണ്ടാവും. അത് ഈ പൈപ്പിലേക്ക് സെറ്റ് ചെയ്തേക്കണം. അത് നമ്മൾ അഴിച്ചെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഞാൻ ടൈറ്റ് ചെയ്ത് നല്ലോണം ടൈറ്റ് ചെയ്തതാണ്. പിന്നെ അത് നല്ലോണം ടൈറ്റ് ചെയ്യാം. അപ്പോൾ വേറെ പിന്നെ അത് നിങ്ങളെ കാണിക്കാൻ കേട്ടോ. അതങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് പറ്റുക. അപ്പം ഇപ്പോൾ കൊള്ളാൻ നല്ല സ്ട്രോങ് ആണ്. ഈ ഒക്ടോബറിൻ്റെ ഞാൻ മേടിച്ചേക്കണത്. അപ്പോൾ ഇതിന് കുഴപ്പമില്ല. ഈ ഒരു ഇത് സ്ട്രോങ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലായി ഇത് സാധനം കൊള്ളാമെന്ന് മനസ്സിലായി. നമ്മൾ ഈ ചില സാധനങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ല ഈ ഒരു ഇതിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ സാധനം അത്ര നമുക്ക് അടുത്ത വല്ല പീസ് എന്ന് പറയുന്നത് കട്ട് ചെയ്ത് അടുത്ത വല്ല പീസാണ് ഇതിൻ്റെ ടോപ്പിൽ വന്ന ഒരു മോട്ടറും അതിൻ്റെ ബാക്കി ഈ വരുന്ന പീസ് ഇതിൻ്റെ മുകളിൽ വരണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോൾട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്യാൻ കുറച്ച് ലെങ്ത് ഉണ്ടാകും. അത് ശരിക്കും യൂസ് ചെയ്തതിന് ശേഷം ആ ബോൾട്ടിൻ്റെ പൊസിഷനിൽ ഈ ഒരു ആ ബോൾട്ട് വന്ന് ടൈറ്റ് ആകുന്ന ഒരു പോർഷനുണ്ട്. അത് കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ചെയ്യണം. കുറച്ച് യൂസ് ആകാൻ ടൈറ്റ് നല്ല ടൈറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ ബാറ്ററി റിമോട്ടിൻ്റെ ഉണ്ട്. ഫാനിൻ്റെ റിമോട്ടുണ്ട്. ഫങ്ഷൻ ചെയ്യുന്ന റിമോട്ടിലാണ്. ഒരു സെക്കൻഡ്. ഇതാണ് മോട്ടർ. BLDC മോട്ടറാണ്. ഈ പെഡസ്റ്റൽ ഫാനിന് പൊതുവെ BLDC മോട്ടർ വന്ന് തുടങ്ങണേ ഉള്ളൂ. കുറച്ച് ബ്രാൻഡുകൾക്കേ ഉള്ളൂ ഈ പെഡസ്റ്റൽ ഫാനിന് ഇത് നമ്മൾ ഇവിടെ ലൂസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റിലീസ് ചെയ്യാം. പക്ഷേ റിലീസ് ചെയ്താലുള്ള നമുക്ക് ആ ഇതിൻ്റെ ലീഫ് അതിനകത്തേക്ക് ലൂസായിട്ട് പക്ഷേ അത് ലൂസായാൽ പിന്നെ കഴിച്ചെടുക്കാൻ പറ്റും. ഇതാ ലീഫിൻ്റെ പുറമേ തന്നെ ലോക്കാണ്, ലോക്ക് സിസ്റ്റമാണ്. നമ്മൾ ബെൻഡി ഇല്ല. പഴയ ഫാനിന് ഇവിടെ ഒരു ത്രെഡായിരുന്നു. ഇപ്പം ഇവിടെ ഇതങ്ങനെ ഇല്ല. ഇത് വെറുതെ കൈ പിടിച്ചങ്ങോട്ട് ഒരു ക്ലച്ച് സിസ്റ്റമാണ്. ഇത് ഒരു ക്ലച്ച് സിസ്റ്റം പോലെ. പണ്ടെങ്കിൽ നമ്മൾ സ്ക്രൂ യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പം അങ്ങനെയല്ല. ഇതാണ് പുറകുവശം വരുന്നത്. പക്ഷേ ഇങ്ങനെ വരുന്നത് ഇവിടെ ആകുമ്പോൾ ഒക്ടോബറിൻ്റെ എംബ്ലം വരും. അപ്പോൾ അത് കാരണം ഇത് ഫ്രണ്ട് സൈഡായിരിക്കും. ഇതാണ് ഫസ്റ്റിൽ ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. ഇത് കഴിച്ചെടുക്കാറുണ്ട്. കഴിച്ചിട്ട് ഈ രണ്ട് ഹോള് ഇവിടെ ഒരു പോർഷനുണ്ട്. അപ്പോൾ അതിനകത്ത് പോയി കറക്റ്റായിട്ട് കോണ്ടായിരിക്കും. ഇതിപ്പോൾ ഇവിടെ ഒരു ഇതിൻ്റെ ആ ഉള്ളിലെ ആ ഒരു ഇത് ഫൈബറാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആ ഒരു അഡീഷണൽ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഊരിയെടുക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അടുപ്പിച്ചിട്ട് പുറത്തേക്ക് തള്ളിയാൽ മതി. എന്നിട്ട് ഊരിയെടുക്കാം. ഒരു എക്സ്ട്രാ പീസാണിത്. ഓക്കെ അല്ലേ? ഈ ലോക്ക് ഉണ്ടോ? ഈ ഗ്യാപ്പിൽ ഈ കാണുന്ന ഇത് വരണം. അങ്ങനെ കറക്റ്റ് ചെയ്തോണം.
ചൂസ് ആക്കിയത് റൈറ്റ് ക്ലോക്ക് വൈസ് ആണ്. ഇനിയിപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ടൈറ്റ് ചെയ്യണം. അപ്പോൾ അത് അങ്ങനെ ഈ പോർഷൻ നമുക്ക് താഴ്ത്ത് വരുന്നതിലേക്ക് ഇടണം. അപ്പോൾ ഒരു ഭംഗിക്കുറവ് മുകളിൽ വരുമ്പോൾ ഒരു അഭംഗിയായിരിക്കും. താഴ്ത്ത് വരുന്ന രീതിയിൽ ഭംഗിയായിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാം. ഇതിപ്പോൾ എയുടെ ഒരു ഇത് കണ്ട് മെഗിൽ വശമാണ്. ഇത് സ്മോൾ ലെറ്റർ എ ഇല്ലേ, മെഗിൽ വശമാണ്. അപ്പോൾ ആ ഒരു ടൈപ്പിൽ വേണം ഇത് ഫിക്സ് ശരിക്കും അറിയാൻ പറ്റും. ഒക്ടോബറിൽ ഈ ഒരു ഇതുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്താണ്. ബാറ്ററി 2 ബാറ്ററി അതിൻ്റെ ഇപ്പം ഫ്രീ കിട്ടിയാണ്. ബാറ്ററി റിമോട്ട് കൊള്ളാൻ നന്നായിട്ടുണ്ട്. നല്ല ഡിസൈനാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാളിറ്റി ഉണ്ട്. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇങ്ങനെ നമ്പർ വരും കേട്ടോ. ഇത് ശരിക്കും റിമോട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാനുവൽ സ്വിച്ചസ് ഇല്ല. ഇത് റിമോട്ടിൽ തന്നെയുള്ളത്. അപ്പോൾ എപ്പോഴും റിമോട്ട് വേണം. നമ്മുടെ BLDC സീലിംഗ് ഫാൻ യൂസ് ചെയ്യുന്നത് തന്നെ സ്വിച്ചസ് ഇല്ല. ഇതിൽ തന്നെ യൂസ് ചെയ്യണം. അടിപൊളിയായിരിക്കും. അച്ഛനെ യൂസ് ചെയ്യാനാണ്. അപ്പം ഇതിലൂടെ വേറൊരു B-ആണ്. ഈ B എന്നത് 6 ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് പറയാം. അതിൻ്റെ B വന്നതിൽ കാറ്റലോഗ് വായിച്ചു നോക്കിയിട്ട് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇത് നമ്മൾ സാധാരണ BLDC ഫാനിലുള്ള ബാക്കിയുള്ള 4 ഓപ്ഷൻസ് സ്ലീപ്പിംഗ് ടൈമിൽ പിന്നെ അങ്ങനെ ടൈമറൊക്കെ സെറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. നല്ല ഫാനാണ് കേട്ടോ. നമ്മൾ ഇത് ഈ ഫാനിങ്ങനെ ഇപ്പോൾ സ്റ്റെക്കായിട്ട് നിൽക്കുകയല്ലേ. ഇത് സിംജി ആണെന്നുണ്ടെങ്കിൽ റിമോട്ടിൽ ഈ സെൻറ്ററിലെ OBC എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പം ഫാൻ സിംജി അത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ആയിട്ട് തന്നെ സ്റ്റോപ്പും കൊടുത്താൽ മതി. സ്റ്റോപ്പ് ആയിക്കോളും.